ഹായ് ഫ്രണ്ട്സ്, ഇത് നമുക്ക് ബേക്കറിയിൽ നിന്നൊക്കെ കിട്ടുന്ന ഓറഞ്ച് ലഡു എങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കാം. അപ്പോൾ വളരെ എളുപ്പമാണ് ഇത് ഉണ്ടാക്കാനായിട്ട്. അതുപോലെ ബേക്കറിയിൽ നിന്ന് മേടിക്കുന്ന അതേ ടേസ്റ്റുമാണ്. പിന്നെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഇതിനാവശ്യമുള്ളൂ. അപ്പോൾ നമുക്ക് നോക്കാം ഇതിങ്ങനെ ഉണ്ടാക്കാമെന്ന്. അപ്പോൾ ഞാനിവിടെ 250 ml കപ്പിൽ 1 കപ്പ് കടലമാവ് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഓറഞ്ച് ഫുഡ് കളർ ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് 2 നുള്ളു ഉപ്പിട്ട് കൊടുക്കാം. അതിനുശേഷം ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞ് നമുക്കിതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് കട്ടയില്ലാതെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ മിക്സിയുടെ ജാറിലിട്ട് കറക്കിയെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്താലും മതി. കട്ടയൊന്നും ഒട്ടും കട്ടിയില്ലാതെ വേണം ഇതെടുക്കാനായിട്ട്. ഇപ്പോൾ ഇതാ നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലത്തെ കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. മാവിന് കുറച്ച് ലൂസായിട്ടുള്ള മാവാണ് വേണ്ടത്. ഇനി നമുക്ക് ബൂന്തി തയ്യാറാക്കാം. അപ്പോൾ അതിന് മുന്നായിട്ട് ഞാനിവിടെ ഒരു പാനിൽ ഓയിൽ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. ഓയിൽ ചൂടായി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് ഉണക്കമുന്തിരി ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഉണക്കമുന്തിരി ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും കൂടി ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്യാം. ഇപ്പോൾ അണ്ടിപ്പരിപ്പും നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഓയിലിൽ നിന്ന് ഇത് മാറ്റാം. ഇനി നമുക്ക് ബൂന്തി തയ്യാറാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ടാവണം. ഓയിൽ നന്നായി ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലത്തെ ഒരു കയ്യിലെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ബൂന്തി ഉണ്ടാക്കുന്ന കയ്യിലുണ്ടെങ്കിൽ അതെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിലൊക്കെ ഇങ്ങനത്തെ കയ്യിലുണ്ടെങ്കിൽ അതെടുക്കാം. എന്നിട്ട് അതിലേക്ക് നമുക്ക് ഈ മാവ് ഇതേപോലെ ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ട് ചുറ്റിച്ച് ഒന്ന് പരത്തി കൊടുക്കുക. അപ്പോൾ അതുപോലെ തന്നെ കയ്യിലൊന്ന് നീക്കി കൊടുക്കും വേണം. അല്ലെങ്കിൽ ഒരേ സ്ഥലത്ത് തന്നെ മാവ് വീണിട്ട് അവിടെ കട്ട പിടിച്ച് പോവും. അപ്പോൾ ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ടെങ്കിൽ ഓരോ തുള്ളി മാവ് വീഴുമ്പോഴും അതിങ്ങനെ നല്ല ബൂന്തിയായിട്ട് ഇങ്ങനെ പൊങ്ങി വരും. അല്ലാന്നുണ്ടെങ്കിൽ ഓയിൽ ചൂടായിട്ടില്ലെങ്കിൽ അതൊക്കെ ഇങ്ങനെ കട്ട പിടിച്ച് കിടക്കുകയാണ് ചെയ്യുക. അപ്പോൾ മാവ് ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. അതിനുശേഷം നന്നായി ഇളക്കി കൊടുത്തിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഒരുപാട് നന്നായിട്ട് ഫ്രൈ ആയി വരേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയി വന്നാൽ മതിയാവും. ഇപ്പോൾ ഇവിടെ ബൂന്തി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളൊന്ന് പിടിച്ച് നോക്കുമ്പോൾ ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ടായാൽ മതിയാവും. അല്ലാണ്ട് ഒരുപാട് ഫ്രൈ ആയി പോരുത്. അങ്ങനെ ആയി കഴിഞ്ഞാൽ ഷുഗർ സിറപ്പ് ബൂന്തിയിൽ പിടിക്കില്ല. അപ്പോൾ ഇത് നമുക്ക് ഓയിലിൽ നിന്ന് എടുത്ത് മാറ്റാം. അപ്പോൾ നമുക്ക് ഇതേപോലെ തന്നെ ബാക്കിയുള്ള മാവ് കൊണ്ട് ബൂന്തി തയ്യാറാക്കാം. അപ്പോൾ ഫ്രൈ ആയിട്ടുള്ള ബൂന്തി ഓയിലിൽ നിന്ന് എടുത്ത് മാറ്റി കഴിഞ്ഞാൽ പിന്നെ ഓയിൽ വീണ്ടും നന്നായിട്ട് ചൂടാവാനായിട്ട് വയ്ക്കുക. അത് ഓയിൽ നന്നായി ചൂടായതിന് ശേഷം മാത്രം വീണ്ടും മാവ് ഒഴിച്ചിട്ട് ബൂന്തി തയ്യാറാക്കുക. ഇപ്പോൾ ഇവിടെ ബൂന്തി എല്ലാം തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇത് നന്നായി ഒന്ന് പൊടിച്ചെടുക്കുക. അതായത് നല്ല നൈസായിട്ടല്ല പൊടിക്കേണ്ടത്. നമുക്കിതാ ഇതേപോലെയാണ് ഒന്ന് പൊടിഞ്ഞ് കിട്ടേണ്ടത്. ഒരുപാട് പൊടിഞ്ഞ് പോകേണ്ട ആവശ്യമില്ല. ഈ ഒരു രീതിയിൽ പൊടിച്ചെടുക്കുക. ഇനി നമുക്ക് ഷുഗർ സിറപ്പ് ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടി ഒരു പാനിലേക്ക് 3/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. അപ്പോൾ 1 കപ്പ് പൊടി കടലമാവ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 3/4 കപ്പ് പഞ്ചസാര മതിയാവും. നല്ല മധുരമുള്ള ലഡു കിട്ടാനായിട്ട്. ഇതിലേക്ക് 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുക. അതിനുശേഷം ഇത് നന്നായി ഇളക്കി കൊടുത്തിട്ട് ഈ പഞ്ചസാരയൊക്കെ ഒന്ന് ഉരുക്കിയെടുക്കുക. അപ്പോൾ പഞ്ചസാര ഉരുക്കി വന്നാൽ മാത്രം പോരാ. പഞ്ചസാര ഒറ്റ നൂൽപരുവായിട്ട് വരണം. അപ്പോൾ അതുവരയ്ക്കും ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ച് തന്നെ നന്നായി ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ ഇതാ ഇവിടെ ഷുഗർ സിറപ്പിൻ്റെ കൺസിസ്റ്റൻസി ഇവിടെ ഒറ്റ നൂൽപരുവായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് കയ്യിലെടുത്തിട്ട് ഇതിങ്ങനെ നോക്കുമ്പോൾ ഇതേപോലെ ആയിട്ടുണ്ടെങ്കിൽ സിറപ്പിൻ്റെ കൺസിസ്റ്റൻസി കറക്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂണോളം നാരങ്ങാനീരൊന്ന് ഒഴിച്ച് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് ഓറഞ്ച് ഫുഡ് കളറും കൂടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള മിക്സിയിൽ കറക്കി വെച്ചിട്ടുള്ള ബൂന്തി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ സിറപ്പിൻ്റെ കൺസിസ്റ്റൻസി നോക്കുന്ന ആ സമയം തൊട്ട് തന്നെ ഫ്ലെയിമിൽ ഓയിൽ വെച്ച് കൊടുക്കണം. ഫ്ലെയിം ഹൈയിലാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് സിറപ്പ് ചിലപ്പോൾ കട്ടയായിട്ട് പോവും.
ഇനി ഇത് നന്നായി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിലേക്കൊരു അര ടേബിൾ സ്പൂണോളം ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഏലക്കായും പഞ്ചസാരയും കൂടി പൊടിച്ചിട്ടുള്ളതാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഉണക്കമുന്തിരിയും അണ്ടിപ്പരിപ്പും ഇട്ട് കൊടുക്കാം. അതിനുശേഷം വീണ്ടും നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഞാനിതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം നെയ്യും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നല്ലൊരു മണത്തിനും നല്ല ടേസ്റ്റിനും വേണ്ടിയിട്ടാണ്. അതിനുശേഷം ഒന്നും കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളിത് ഈ പാനിൽ നിന്ന് ഇങ്ങനെ വിട്ട് വരുന്ന ഒരു പാകം ആവുന്ന വരെയും നമ്മൾ നന്നായി ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ വിട്ട് വരുന്ന സമയമായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒരു 20 മിനിറ്റെങ്കിലും ഇതൊന്ന് തണുക്കാനായിട്ട് വെക്കുക. ഇപ്പോൾ 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ സിറപ്പെല്ലാം ബൂന്തിയിൽ നന്നായി പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഉരുട്ടിയെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വലുപ്പത്തിൽ ഇത് ഉരുട്ടിയെടുക്കാം. ഞാനിവിടെ ബേക്കറിയിൽ നിന്നൊക്കെ കിട്ടുന്ന ആ ഒരു വലുപ്പത്തിൽ തന്നെയാണ് ഉരുട്ടുന്നത്. നമുക്ക് പെട്ടെന്ന് ഉരുട്ടിയെടുക്കാനായിട്ട് പറ്റും. ഇപ്പോൾ ഇതാ നമ്മുടെ ലഡു ഇവിടെ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ നമുക്ക് എല്ലാതും ഉരുട്ടിയെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മൾ ബേക്കറിയിലൊക്കെ കാണുന്ന അതേ ടേസ്റ്റിലുള്ള ഓറഞ്ച് ലഡു ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം കഴിക്കുമ്പോഴായിരിക്കും ഒന്നും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ പിറ്റേ ദിവസത്തേക്ക് കുറച്ചും കൂടി ഈ ലഡു ഒന്ന് ഉറച്ചിട്ടുണ്ടാവും. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കഴിക്കാനായിട്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളിതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ കമൻസ് ആയിട്ട് അറിയിക്കുക. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഈ ചാനൽ പുതിയതായിട്ടാണ് ആരെങ്കിലും കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി വേറൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.